ഞങ്ങളെന്തായാലും മെയിൻ റോഡ് സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കുറച്ച് ഭയങ്കര ഒരു സ്ലോപ്പുള്ള ഏരിയ ആണ്. പിന്നെ നമ്മൾ മെയിൻ റോഡ് വഴി പോയാൽ ഇനിയിപ്പോൾ എല്ലാം കോൺവോയ് പോലെ ബാക്കിലായിട്ടും വരിക. എനിക്ക് എത്രത്തോളം മനസ്സിലാവുന്നതല്ല ഈ വഴിയുടെ സ്ലോപ്പ് നല്ല തന്നെയുള്ള കയറ്റാണ്. പക്ഷേ നമ്മൾ അപ്പുറത്ത് കൂടെ പോയാൽ നമ്മൾ ഇങ്ങനെ വാലെ പോകേണ്ടി വരും. അതുകൊണ്ട് ഇതുവഴി കയറിയാൽ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് ട്രാഫിക് സ്കിപ്പാകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കയറിയത്. മാപ്പിൽ കാണിച്ചപ്പോൾ കയറിയതാണ്. വഴിയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വഴിയുണ്ട്, കണക്റ്റായി പോകുന്നുണ്ട് എന്തായാലും. പിന്നെ കാലുകുത്താതെ മുകളിൽ വരെ എത്തിക്കണം. കൊള്ളാം, ലൈക്കിറ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് പോകാൻ സാധിക്കും. ഒമ്പിച്ച ട്രീറ്റ്മെൻറ്റാണ്. അതിനനുസരിച്ചുള്ള വ്യൂ ഒന്നും പറയാനില്ല. ചെറിയ റോഡാണ്. വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുടുങ്ങി പോകും. റോഡ് എങ്ങനെയുള്ളതെന്ന് അറിയില്ല. നേരത്തെ കയറി വന്നിടത്തൊക്കെ ഒരു വലിയ വണ്ടി കയറി വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ കുടുങ്ങി പോയേനെ. ഞാനീ പറഞ്ഞ പോലെ കയറി ചെല്ലുമ്പോഴത്തേക്കും റൂമൊന്നുമില്ല. ഞാൻ ഓൾഡ് വീഡിയോയിൽ പറഞ്ഞ പോലെ പണ്ട് ഞങ്ങൾ വന്നപ്പം പോയൊരു സ്ഥലമുണ്ട്. കുറച്ച് ഒഴിഞ്ഞ സ്ഥലമാണ്. അവരുടെ പേര് മറന്നു പോയി, ശരിക്കും പറഞ്ഞാൽ തപ്പി നോക്കാൻ. പക്ഷെ അവിടെ റൂം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരും അറിയില്ല, ഹോട്ടലിൻ്റെ പേരും അറിയില്ല. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴി കാണാണ്ടറിയാം. മെയിൻ റോഡ് എത്താണ് ഇവിടെ പൊതുവായിട്ടാണ് മെയിൻ റോഡ് കാണിക്കുന്നത്. കുറച്ചും കൂടി പോകാൻ തോന്നുന്നു. യെസ്, നമ്മൾ എത്തി. ഇത് തന്നെ നമ്മൾ ശരിക്കും താഴെ നിന്നുള്ള വഴിയാണ്. ഈ വഴിയാണ് വരേണ്ടത്. നേരെ വരുവാണെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്തതിലേ കയറി ഒരു അഡ്വഞ്ചർ. ഇതാണ് കൊടൈക്കനാൽ ടൗൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ടൗൺ. സത്യം പറഞ്ഞാൽ തണുത്തിട്ട് എന്താ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല.